മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിണറായിയിലെ മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് ഉദ്ഘാടനം ചെയ്തു. ശബരിമല വിഷയത്തിൽ പിണറായി വിജയനൊപ്പം സോണിയാഗാന്ധിയും സംശയത്തിന്റെ പട്ടികയിലാണെന്ന് എം.ടി. രമേശ് ആരോപിച്ചു. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ ഭയന്ന് വി.ഡി. സതീശനും പിണറായിയും ഒന്നിച്ചു നീങ്ങുകയാണെന്നും അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ പിണറായിയും സതീശനും ഒരേ തൂവൽ പക്ഷികളാണെന്നും എം.ടി. രമേശ് കൂട്ടിച്ചേർത്തു. ഭാരതീയ ജനതാ പാർട്ടി സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഭരണ നേതൃത്വത്തിന്റെയും ഒത്താശയോടുകൂടി നടന്നിട്ടുള്ള ഒരു കൊള്ളയാണ് എന്നുള്ളതാണ്. അന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിച്ച സമീപനം ദേവസ്വം ബോർഡിലെ ഏതാനും ഉദ്യോഗസ്ഥന്മാർ മാത്രം അറിഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ള ഒരു ഏർപ്പാടാണ്. അതിന് മറ്റാർക്കും അതിൽ ബാധ്യതയില്ല. ചില ക്രിമിനൽ വാസനയുള്ള കുറ്റവാളികളായിട്ടുള്ള ആളുകൾ, ചില തട്ടിപ്പ് സംഘത്തിൽപ്പെട്ട ആളുകൾ, അവരും ദേവസ്വം ബോർഡിലെ ഏതാനും ജീവനക്കാരും മാത്രം ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു കൊള്ള മാത്രമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് ലഘൂകരിച്ചുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അന്ന് ഞങ്ങൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അങ്ങനെ ഏതാനും ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ, അല്ലെങ്കിൽ ശബരിമലയിൽ മറ്റു പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല ഈ വ്യാപകമായിട്ടുള്ള കൊള്ള എന്ന് ഞങ്ങൾ അന്നേ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് അന്വേഷിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചത്. ഹൈക്കോടതി SITയെ നിയമിക്കുന്നതിന് മുമ്പ് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആദ്യം ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചതായിരുന്നു. ആ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണത്തിൽ സത്യസന്ധതയില്ല, സുതാര്യതയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ശബരിമലയിലെ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്ററുടെ അഭ്യർത്ഥന പ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തുകൊണ്ട് ഒരു SITയെ നിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ SITയുടെ അന്വേഷണ പരിധി നിശ്ചയിക്കുന്ന സമയത്ത് അതെല്ലാവരും സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ അന്വേഷണം ദേവസ്വം ബോർഡിൽ മാത്രമായി പരിമിതപ്പെടുത്താൻ വേണ്ടി പാടില്ല. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെയോ ദേവസ്വം ബോർഡ് ജീവനക്കാരെയോ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെ ആളുകളെ മാത്രമായി പരിമിതപ്പെടുത്താൻ പാടില്ല എന്ന് എല്ലാവരും അന്ന് ഹൈക്കോടതി സൂചിപ്പിച്ച കാര്യമാണ്. പക്ഷേ SIT ആദ്യം പറഞ്ഞത് ഇത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം അന്വേഷിച്ചാൽ മതി എന്ന നിലപാടായിരുന്നു SIT സ്വീകരിച്ചത്. പ്രതിഷേധം ആളിപ്പടരും പ്രതിഷേധത്തെ ഇല്ലാതാക്കാൻ നോക്കേണ്ട ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ബി.ജെ.പി. ശബരിമല കൊള്ളയടിക്കാൻ കൂട്ടുനിന്ന കൊള്ളക്കാരെ സംരക്ഷിക്കും.